പ്രിയ സാക്ഷി ടി വി പ്രേക്ഷകരെ, ഒരു കുടുംബത്തിൻ്റെ സ്വകാര്യതയാണ് ഞങ്ങൾ ഇന്ന് പൊതുമധ്യത്തിൽ ചർച്ച ചെയ്യുന്നത്. അന്യൻ്റെ സ്വകാര്യത പൊതുമധ്യത്തിൽ അവതരിപ്പിക്കുമ്പോൾ ചില വിമർശനങ്ങൾ ഉണ്ടായേക്കാം. അത് ഞങ്ങളും ഉൾക്കൊള്ളുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ സമൂഹമറിയേണ്ട, സമൂഹത്തിൽ നടക്കുന്ന ചില അപ്രിയ കാഴ്ചകളിൽ ഒന്നാണ് ഈ ജീവിതകഥ, ഈ കുടുംബത്തിൻ്റെ കഥ. ഇതങ്ങ് ദൂരെയല്ല, ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ കള്ളിക്കാട് വാർഡിൽ പുലക്കാട് സങ്കേതത്തിലാണ്. എൻ്റെ അമ്മയെന്ന് വെച്ചാൽ വേറെ ഒരുത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോയിരിക്കുകയാണ്. ഇപ്പോൾ അവർ അതിൻ്റെ പേരിൽ കേസൊക്കെ കൊടുത്ത് നമ്മളടുത്ത് ഇറങ്ങിപ്പോവാനൊക്കെ പറയുകയാണ്. അപ്പം ഇങ്ങനെ ഈ സാഹചര്യത്തിൽ നമ്മൾ എവിടെ ഇറങ്ങിപ്പോവാനാണ് പറയണത്? ഇപ്പോൾ ഒരു വാടക വീട് നോക്കിയാലും നമുക്ക് അതിനുള്ള നിവർത്തിയില്ല. ഇപ്പോൾ ഞാൻ തന്നെ ജോലിക്ക് പോയാൽ നമുക്ക് കിട്ടുന്ന തുച്ഛമായ പൈസയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ മക്കളുടെ അച്ഛൻ്റെ അടുത്ത് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ എവിടെ പോകാനും ഒരു പോങ്ങില്ലാതെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആണെങ്കിൽ ഇപ്പോൾ അച്ഛനാണെങ്കിൽ പണിയില്ല, ജോലിയില്ല, ഒന്നുമില്ലാതെ ഇപ്പോൾ പൈസയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്. ഇപ്പോൾ ഒരു വാടക വീട് നോക്കിയാലും ഇവരിപ്പോൾ ഒരു മാസം കൊണ്ട് ഇറങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മളെവിടെ പോകണമെന്നില്ല നമുക്കറിയാൻ വയ്യാതിരിക്കുകയാണ്. പിന്നെ ആണെങ്കിൽ ഇപ്പം അവർ വന്നിട്ട് പറയണത് അവരെ വസ്തുവാണ്. ആദ്യം പറഞ്ഞ് ഞാൻ ചേട്ടന് ഇവിടെ നിൽക്കുന്ന കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ കേസിലാണ് പറയണത് ഞങ്ങൾ ഇറങ്ങി പോകണം, ഇത് അവരെ പേരിലുള്ള വസ്തുവാണ്, നമ്മളിവിടെ നിൽക്കുന്നവർക്ക് ഇഷ്ടമല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളടുത്ത് ഇറങ്ങി പോകാൻ പറഞ്ഞു. പോലീസുകാർ ഇതിന് കൂട്ടു നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ 6 വർഷം കൊണ്ട് വർക്കലയാണ് ജോലി. അപ്പോൾ ഞാൻ വന്നും പോയൊക്കെ നിൽക്കുകയാണ്. ഇവിടെ ചിലവിന് കൊടുക്കുക എടുക്കുക എല്ലാം ചെയ്യും. ഈ ഇടയ്ക്ക് ഞാൻ ഇവിടെ വന്നവർക്ക് വേറൊരു ആളുമായിട്ട് വന്ന് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചെയ്തൊക്കെ എന്നെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞ് അവർ അടിച്ചിറക്കുകയാണ് ചെയ്തത്. അപ്പം മക്കളെയും വേണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ അവൾ കൊണ്ട് കേസും കൊടുത്ത് ഈ കേസ് കൊടുത്തിട്ട് ഇപ്പം നമ്മളെ ഇറക്കി വിടാനാണ് ശ്രമിക്കുന്നത്. അവർ കംപ്ലൈൻറ്റ് കൊടുത്ത് ഇപ്പം മക്കളെ ഇറക്കി വിട്ടിരിക്കുകയാണ്. ഇത് ഞാനും കൂടെ അധ്വാനിച്ചുണ്ടാക്കിയ വീടാണ്. അപ്പോൾ ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ എനിക്കാണെങ്കിൽ വേറെ വസ്തുവും വീടും ഒന്നുമില്ല. എനിക്ക് കയറിപ്പോകാൻ പിള്ളേരെ കൊണ്ട് പോകാൻ വേറെ ഒരിടവുമില്ല. ഇതിൽ താമസിക്കാനാണ് എനിക്ക് താല്പര്യം, പിള്ളേരെയും കൊണ്ട്. അവർക്ക് തള്ളയ്ക്ക് എപ്പോൾ വേണമെങ്കിലും വരെ പോകാൻ എടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ മറ്റൊരാളെയും കൊണ്ട് ഇതിനകത്ത് കയറാൻ താമസിക്കില്ല. അത് പിള്ളേരും താമസിക്കില്ല, ഞാനും താമസിക്കില്ല. നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് നീതി കിട്ടണം. കാരണം ആ കുട്ടികൾക്ക് വേറെ എങ്ങും കയറി പോകാനൊരു ഇടമില്ല. ആ കുട്ടി അത്രയ്ക്കുള്ള പ്രാപ്തി അവർക്ക് ആയിട്ടില്ല. അതത്ര മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ആ കുട്ടികൾ ഇപ്പം ഒരു തന്തയുണ്ട്, ആ തന്ത വന്നും പോയും അവരുടെ കാര്യങ്ങൾ നോക്കി ഇടയ്ക്ക് വെച്ച് അവരെ ഈ വീട്ടിനകത്ത് കയറ്റാതെ ആ തന്തയാക്കി എടുത്തു. അത് എന്ത് കൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് മാത്രമേ അറിയുള്ളൂ, നമുക്കറിയില്ല. പ്രിയമുള്ള സാക്ഷി ടി വിയുടെ പ്രേക്ഷകരെ, ഞാൻ യാദൃശ്ചികമായി ഇതുവഴി പോകുമ്പോൾ സാക്ഷി ടി വിയുടെ ഒരു സുഹൃത്ത് ഇവിടെ നിൽക്കുന്നത് കണ്ടാണ് ഇവിടെ ഇറങ്ങിയത്. അപ്പോഴാണ് ഇവിടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ വീട്ടിൽ താമസിക്കുന്ന ഈ പാവപ്പെട്ട കുടുംബം, 2 കുട്ടികളും തന്തയും അവരുടെ ഒരു അവസ്ഥ മനസ്സിലാക്കി അത് പുറം ലോകത്തെത്തിക്കുവാനാണ് സാക്ഷി ടി വിയുടെ വന്നത്. ഞാനതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ കുട്ടികളുടെ അമ്മ ഏതാണ്ട് 2 മാസമായി ഈ കുട്ടികളെ ഉപേക്ഷിച്ച് മറ്റൊരു പുരുഷനോടൊപ്പം ഈ വാർഡിൽ തന്നെയുള്ള മറ്റൊരു പ്രദേശത്ത് താമസിക്കുകയാണ്. അപ്പോൾ ആ പുരുഷനും യഥാർത്ഥത്തിൽ വേറൊരു കുടുംബം ഉണ്ടായിരുന്നു, വേറൊരു മകനുണ്ടായിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നു. അവരെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഇവിടെ ഈ 2 കുട്ടികളുടെ മാതാവും ഒത്ത് ഇപ്പോൾ താമസിക്കുന്നത്. അതെല്ലാം അവരുടെ വ്യക്തിപരമായ വിഷയങ്ങൾ. അതല്ല ഞാനിവിടെ ഇപ്പോൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്, അതല്ല. അതിനോടനുബന്ധിച്ച് ഈ കുട്ടികളും ഈ കുട്ടികളുടെ പിതാവും ഈ വീട്ടിൽ നിന്നും ഇറങ്ങിക്കൊടുക്കണം, അവർക്കും അവരുടെ ഇപ്പോഴത്തെ ഭർത്താവിനും ഒത്ത് ഇവിടെ താമസിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടികളുടെയും രക്ഷകർത്താവിൻ്റെയും പേരിൽ ഈ സ്ത്രീ ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുകയും പോലീസുകാർ ഈ വിഷയം അന്വേഷിക്കാതെ തന്നെ ഇവരെ വിളിച്ചു വരുത്തിയിട്ട് അവരങ്ങ്
പ്രഖ്യാപിക്കുകയാണ്, ഒന്നോ ഒന്നര മാസത്തിനകം നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കണം, വാടക വീടെടുത്ത് മാറിക്കൊടുക്കണം എന്നുള്ളൊരു സമീപനമാണ് പോലീസ് എടുത്തത്. എങ്ങനെയാണ് ഈ പാവങ്ങൾ ഇറങ്ങിക്കൊടുക്കേണ്ടത്, എവിടെയാണ് പോകേണ്ടത് എന്നുകൂടി പറയുവാനുള്ള ഉത്തരവാദിത്വപ്പെട്ട സമൂഹത്തിനും പൊതുപ്രവർത്തകർക്കും പോലീസുകാർക്കും ഒക്കെ ഉണ്ട്. ഈ കുട്ടികൾ ജനിച്ചു വളർന്ന വീടാ, അവരുടെ അമ്മയുടെ പേരിലുള്ള ഓഹരിയാ, അവർക്ക് കൂടി അവകാശപ്പെട്ടതാ. അവരുടെ അച്ഛൻ ഉൾപ്പെടെ അധ്വാനിച്ചുണ്ടാക്കിയ വീട്. ഒരു സുപ്രഭാതം എന്ന് പറയാൻ നിങ്ങളെല്ലാം മാറിത്ത എനിക്ക് താമസിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിലെ ശരി? അപ്പോൾ എല്ലാവർക്കും താമസിക്കാൻ കഴിയണം. ഈ പറഞ്ഞ ഈ കുട്ടികളുടെ മാതാവിനും, ഞാൻ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, മാതാവിനും ഇവിടെ താമസിക്കണം. അതിന് ഈ കുട്ടികൾക്ക് തടസ്സമില്ലെന്നവർ കൃത്യമായും പറയുക. ആ കുട്ടികൾക്ക് എന്തെങ്കിലും പണിയെടുത്തിട്ട് വന്ന് വൈകിട്ട് എന്തെങ്കിലും കാച്ചി കുടിച്ച് ഇവിടെ കിടക്കണ്ടേ? അവരെ എവിടെ ഇറക്കി വിടാൻ കഴിയും? ഒരു കാര്യം ഉറപ്പായി ഞാൻ പറയുന്നു, ഞാനൊരു പൊതുപ്രവർത്തകനാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനാണ്. CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയും ഞാനും ഇതിനോടൊപ്പം ഈ കുട്ടികളോടൊപ്പം ഉണ്ടാവും എന്ന് കൂടി ഉറപ്പ് തരിക. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മക്കൾക്ക് വേണ്ടി ജീവൻ ത്യജിക്കുന്ന മാതാക്കളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇവിടെ സ്വന്തം ഇഷ്ടത്തിനും സുഖത്തിനും വേണ്ടി മക്കളെ തെരുവിലിറക്കുന്ന അമ്മമാരും ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള അമ്മമാരെ തിരിച്ചറിയുവാനും ഈ കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കുവാനും നമ്മുടെ പൊതുസമൂഹവും കൂടി തയ്യാറാകണം. ഇവരുടെ വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മാത്രം ഇടപെടുവാൻ പോലീസ് അധികാരികൾ തയ്യാറാവണം. യാതൊരു കാരണവശാലും ഈ കുട്ടികളെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ കഴിയുന്നതല്ല. ഈ കുട്ടികൾക്കും അതോടൊപ്പം ഈ കുട്ടികളുടെ അമ്മയ്ക്കും ഇവിടെ താമസിക്കാനുള്ള സൗകര്യമാണ് ഉണ്ടാവേണ്ടത്. അന്യപുരുഷനുമായി ഇവിടെ താമസിക്കാൻ കഴിയില്ല എന്ന് കുട്ടികൾ പറഞ്ഞാലും ആ കുട്ടികളുടെ അച്ഛൻ പറഞ്ഞാലും അതിനോടൊപ്പമേ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സ്ത്രീയെ വിളിച്ചിറക്കിക്കൊണ്ട് പോകാൻ ഒരുത്തൻ തയ്യാറായാൽ അവരെ സംരക്ഷിക്കുവാനും അവർക്ക് താമസിക്കാനുള്ള ഇടവും കണ്ടെത്തുവാൻ കൂടി ആ ഇറക്കിക്കൊണ്ട് പോയവൻ തയ്യാറാവണം. അതല്ല ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ സ്ത്രീയെ ഇറക്കിക്കൊണ്ട് പോയി ഇപ്പൊ വിലപേശുകയാണ്, ഈ വസ്തു അവരെ കൈവശമാക്കാൻ ഉള്ള ശ്രമം നടത്തുകയാണ്. അത് നമുക്ക് അനുവദിച്ചുകൂടാ എന്നുള്ളതാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്തായാലും ഈ വിഷയം ഇപ്പോൾ ഇവിടെ വരുമ്പോഴാണ് ഞാനിത് അറിയുന്നത്. തുടർന്ന് ഈ കുട്ടികൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി, ഇവിടെ ഈ കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് തീർച്ചയായും ഇവരോടൊപ്പം ഞാൻ കൂടി ഉണ്ടാവും, എൻ്റെ പ്രസ്ഥാനവും ഉണ്ടാവുമെന്ന് ഈ അവസരത്തിൽ ഉറപ്പ് തരികയാണ്. ഈ പൊതുപ്രവർത്തകൻ പറഞ്ഞതുപോലെ നിയമത്തിൻ്റെ വഴിയെ നടക്കട്ടെ. എന്നാലും ഒരു കാര്യം പറയാനുണ്ട്. പാശ്ചാത്യ സംസ്കാരത്തിനോട് മത്സരിക്കുന്ന നമുക്ക് കുടുംബ ബന്ധങ്ങളിലെ ഈ വിള്ളലുകളെ കാണാതിരിക്കാൻ കഴിയുമോ? ഇറങ്ങിപ്പോകാൻ മറ്റൊരിടമില്ലെന്ന് നിസ്സഹായതയോടെ പറയുന്ന മക്കൾ, സ്വന്തം ഭാര്യ അന്യപുരുഷനോടൊപ്പം ഈ വീട്ടിൽ ഒന്നിച്ചു താമസിക്കാൻ സമ്മതിക്കില്ലെന്ന് പറയുന്ന ഭർത്താവ്, ഇതെല്ലാം വ്യക്തി സ്വാതന്ത്ര്യവും സ്വകാര്യതയുമാണ്. മക്കളോട് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്ന ആ അമ്മയ്ക്കും പറയാനുണ്ടാകും. ഈ ജീവിതങ്ങൾ പൊതുസമൂഹത്തിനു മുന്നിൽ സാക്ഷി സമർപ്പിക്കുന്നു. എല്ലാം മറന്ന് അവരൊന്നാകുമെന്ന പ്രതീക്ഷയോടെ.